നെന്മാറ ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് ശമ്പളം മുടങ്ങിയതായി പരാതി. നെന്മാറ ഗ്രാമപഞ്ചായത്തിലെ 37 ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ജനുവരി മാസത്തെ ശമ്പളം മുടങ്ങിയതായാണ് പരാതി. എല്ലാ മാസവും 5-ാം തീയതി ശമ്പളം ലഭിക്കുന്നത് ഈ മാസം ഇത്ര കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ലെന്ന് ഹരിതകർമ്മസേന അംഗങ്ങൾ പറഞ്ഞു. ഹരിതകർമ്മസേനകൾക്ക് ഞങ്ങൾക്ക് എല്ലാ മാസവും 5-ാം തീയതി ശമ്പളം ഇതുവരെ എല്ലാം കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഈ മാസം മാത്രം 12-ാം തീയതി ആയിട്ടും ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. പഞ്ചായത്തിലേക്ക് ഹരിതകർമ്മസേന അംഗങ്ങൾ 37 പേരിനെയും വിളിച്ച് പഠനയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് കൂടുകയും എല്ലാവരും പങ്കെടുക്കുകയും ചെയ്തു. അതിൽ ഒരു വിഭാഗം ആൾക്കാർ മാത്രം വൈകുന്നേരം 7 മണിയായപ്പോൾ പഠനയാത്രയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. പ്രസിഡന്റ് വിളിച്ച് വണ്ടിയും എല്ലാം ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ 20 പേര് അടങ്ങുന്നതും പ്രസിഡൻറ്റും സെക്രട്ടറിയും HI ആര്യൻ സാറ് എല്ലാവരും കൂടി ഞങ്ങൾ കുന്നംകുളം നഗരസഭയിലേക്ക് പഠനയാത്രയ്ക്ക് പോയി. അത് കഴിഞ്ഞ് വന്ന് ഇവിടെ എത്തിയപ്പോൾ ശമ്പളം എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ പഠനയാത്രയ്ക്ക് പോകാത്തവർക്കും കൂടി അനുമതി തന്നാലേ പൈസ ചെക്കിൽ ഒപ്പിടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. അത് കാരണം ഞങ്ങൾക്ക് ശമ്പളം ഇതുവരെ കിട്ടിയിട്ടില്ല. പണിയെടുത്തവർക്ക് ഞങ്ങൾക്ക് ബസ്സിന് വരാനും കൂടി 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിലില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. ശമ്പളം നൽകാനുള്ള ഉത്തരവിൽ നിർദ്ദിഷ്ട ഉദ്യോഗസ്ഥർ ഒപ്പുവയ്ക്കാത്തതിനാലാണ് ശമ്പളം വൈകുന്നത്. അടിസ്ഥാനമില്ലാത്ത കാരണങ്ങൾ പറഞ്ഞാണ് ശമ്പളം വൈകിപ്പിക്കുന്നത് എന്നും ഇത് ഏകപക്ഷീയമായ നിലപാടാണെന്നും ഒരു വിഭാഗം ഹരിതകർമ്മസേനാംഗങ്ങൾ ആരോപിച്ചു. ശമ്പളം ലഭിക്കുന്നതുവരെ മാലിന്യശേഖരണം നിർത്തിവെച്ച് പ്രതിഷേധിക്കാനാണ് ഇവരുടെ തീരുമാനം. ശമ്പളം മുടങ്ങിയത് ചൂണ്ടിക്കാട്ടി സമിതി പ്രസിഡന്റ് കളക്ടർക്ക് പരാതി നൽകും. ഹരിതകർമ്മസേനയ്ക്ക് ഞങ്ങൾ 39 പേര് തീരുമാനിച്ച് ഒരു സെക്രട്ടറിയെയും ഒരു പ്രസിഡന്റിനെയും തെരഞ്ഞെടുത്ത്. പ്രസിഡന്റായിട്ട് ധന്യയും സെക്രട്ടറിയായിട്ട് വിജയമല്ലിയും തിരഞ്ഞെടുത്തു. എല്ലാ മാസവും 5-ാം തീയതി ഞങ്ങൾക്ക് അക്കൗണ്ടിൽ പൈസ കയറുന്നതാണ്. ഈ മാസം 12-ാം തീയതി ആയിട്ടും ഞങ്ങൾ പ്രസിഡന്റ് മാറി നിൽക്കുകയും രംഗത്ത് വരാതെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുകയും ചെയ്തു. ഇന്നാണ് പ്രസിഡന്റായ ധന്യ രംഗത്ത് വന്നത്. എന്നിട്ടും ഒപ്പിടാൻ സാധ്യതയില്ല. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒപ്പിട്ട് തന്നില്ലെങ്കിൽ അതിന് നടപടിയായിട്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാപ്പകലില്ലാതെ അധ്വാനിച്ച് അവർക്കറിയാം മാലിന്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർക്കാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിൽ രാഷ്ട്രീയം കലർത്താതെ മുന്നോട്ട് പോകണം എന്ന് പലതവണ പറഞ്ഞിട്ട് പോലും നമ്മൾ പഠനയാത്രയുമായി ബന്ധപ്പെട്ടിട്ട് വിളിച്ചുകൂട്ടിയ കൺസ്ട്രക്ഷൻ ടീമിനെ വിളിച്ചുകൂട്ടി മീറ്റിംഗ് നടത്തി അവരെല്ലാവരും ഒരുമിച്ച് നമുക്ക് പഠനയാത്രയ്ക്ക് പോവാമെന്ന് തീരുമാനമെടുത്ത് ലാസ്റ്റ് പോകുന്ന ദിവസം രാത്രിയാണ് വിളിച്ചു പറയുന്നത് ഞങ്ങൾ ഒരു വിഭാഗം ആളുകൾ ഇല്ല എന്നുള്ളത്. അങ്ങനെ ഒരു രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് തന്നെ അവർ മാറി നിൽക്കുകയും പിന്നീട് ഇപ്പോൾ ഞങ്ങൾക്ക് തനിച്ചായിട്ട് ഞങ്ങളുടെ മെമ്പർമാരും ഞങ്ങളും കൂടി ഞങ്ങൾ ഒരുമിച്ച് പോകും, നിങ്ങൾ ആരും ഇടപെടരുത് എന്നുള്ള തീരുമാനവും നിങ്ങൾ എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ട് അത്രയും രൂപ തിരിച്ചു നൽകണം എന്നുള്ള നിർദ്ദേശവുമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും ഒരുമിച്ച് പോകണം. നമുക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല അവിടെ വലുതായിട്ടുള്ളത്, ഒരു ജോലിയാണ്. ആ ജോലിയിൽ കളങ്കം തട്ടാത്ത രീതിയിലാണ് മുന്നോട്ട് പോവേണ്ടത്. ഇതിപ്പോൾ രാഷ്ട്രീയം കലർത്തി അതിൽ ഹരിതകർമ്മസേന അംഗങ്ങളെ ആവശ്യമില്ലാതെ ഒരു കുടുംബശ്രീയും അതുപോലെ വൈസ് പ്രസിഡൻ്റായ പ്രകാശ് ഏട്ടനും മറ്റുള്ളവരും ഇതിൽ ഇടപെട്ടുകൊണ്ട് ആ ഹരിതകർമ്മസേന അംഗങ്ങളെ ഇല്ലാത്തതെല്ലാം പറഞ്ഞുണ്ടാക്കി പല രീതിയിൽ മാനസികമായിട്ട് തന്നെയാണ് അവരിതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് നാളെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്തെന്ന് വെച്ചാൽ പാവങ്ങളുടെ അന്നം മുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഇവർ മുന്നോട്ട് വയ്ക്കരുത്. ഇതിൽ കുടുംബശ്രീ ഇല്ലാത്ത ആൾക്കാരെ ഒഴിവാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുടുംബശ്രീ ഒന്നും തന്നെ പുതുക്കി തരാതെ റീന സുബ്രഹ്മണ്യൻ എന്നുള്ള വൈസ് ചെയർപേഴ്സണിലാണ് എന്നാണോ ഇവിടെ പ്രസിഡന്റിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ചാർജ് എടുത്തിട്ടുള്ള കുടുംബശ്രീ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് അന്ന് മുതൽ റീന സുബ്രഹ്മണ്യനാണ് ഇവിടെ വൈസ് ചെയർപേഴ്സണലായിട്ടുള്ള ആളാണ് ഇപ്പോൾ ചെയർമാനായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒരു കുടുംബശ്രീ പോലും ഒരു കോൺഗ്രസിൻ്റെ കുടുംബശ്രീ പോലും പുതുക്കി കൊടുക്കാതെ ഇപ്പോൾ നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങളുടെ ഒരു കുടുംബശ്രീ പോലും രൂപീകരിക്കാതെ അവരെ പുറന്തള്ളാനുള്ള ഏർപ്പാടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്നാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. UTV ന്യൂസ് പാലക്കാട്.